പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. രാത്രി രവി കടയടിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് വന്നത്. പതിവ് പോലെ തന്നെ മിത്രിയായിരുന്നു അവന് കഥക് തുറന്നു കൊടുത്തത്. കിടന്നൂടായിരുന്നു. മിത്രയുടെ വീർത്തിരിക്കുന്ന മുഖം കണ്ടുവെങ്കിലും കാരണം അറിയാവുന്നത് കൊണ്ട് തന്നെ രവി അത് കാര്യമാക്കാതെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു, കുളിച്ചിട്ടാണ് അത്താഴം കഴിക്കുന്നത്? ഡേവി പറഞ്ഞതിന് ഉത്തരം നൽകാതെ മിത്ര അവനോട് ചോദിച്ചതും ഡേവിഡ് ഒന്ന് മൂളി കുളിക്കാൻ പോയി. ഡേവി കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും മിത്രയെല്ലാം ചൂടാക്കി ടേബിളിലേക്ക് എടുത്തു വെച്ചിരുന്നു. എല്ലാവരും കഴിച്ചോ? ഭക്ഷണം കഴിക്കാനിരുന്നു കൊണ്ട് ഡേവിഡ് ചോദിച്ചു. നീ കഴിച്ചായിരുന്നു? മിത്രയുടെ മൂളിൽ കാര്യമാക്കാതെ ഡേവിഡ് വീണ്ടും ചോദിച്ചു. അതിനവിടെ നിന്ന് മൂളി വിട്ടു. ദാ നോൺ വെജ് ഒന്നും കൂട്ടാതെ കറിയും തോരനും കൂട്ടി കുളിച്ച് ഒരു ഉരുള ഡേവിഡ് മിത്രയ്ക്ക് നേരെ നീട്ടി. എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചതാ. അവൻ നീട്ടി ഉരുള വാങ്ങി കഴിക്കണം എന്നുണ്ടെങ്കിലും ഉള്ളിൽ അവനുള്ള പരിഭവമുള്ളത് കൊണ്ട് തന്നെ മിത്ര ആദ്യം ഒന്ന് ചാടിയിട്ടു. അവൻ വീണ്ടും നിർബന്ധിക്കുമെന്ന് കരുതിയെങ്കിലും ഡേവി തനിക്ക് തരാതെ കഴിച്ചത് കണ്ടതും മിത്രയുടെ മുഖം ഒന്നുകൂടെ വീർത്തു. പാവം കുഞ്ഞൂട്ടൻ, ഇച്ചായൻ കാരണം എൻ്റെ കൊച്ചിനൊന്നും കഴിച്ചിട്ടില്ല. കുറച്ചു നേരത്തെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് മിത്ര പറഞ്ഞു. വിശപ്പില്ല, എന്താവും? വിശക്കുമ്പോൾ തനിയെ വന്ന് കഴിച്ചോളൂ. ഡേവി ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ മിത്രക്കുള്ള മറുപടി നൽകി. ഇത്രയ്ക്ക് കണ്ണിച്ചോറില്ലാതെ ആയോച്ചായന് പാവല്ലിച്ചായവന്. അവൻ അത്രയും ദൂരത്തേക്കൊന്നും കൊണ്ടാക്കണ്ട, ചെറിയ കുട്ടിയല്ലേ അവൻ. ഡേവിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ മിത്ര ഒരു ശ്രമം നടത്തി. 10-18 വയസ്സാകാനായി അവനാണ് ദേവ ചെറിയ കുട്ടി. മിത്ര പറഞ്ഞത് കേട്ട് കളിയാക്കി ചിരിച്ചുകൊണ്ട് ഡേവിഡ് ചോദിച്ചു. എനിക്ക് അവൻ ചെറിയ കുട്ടിയാ. ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ അറിയാത്ത സ്ഥലത്ത് പെട്ടുപോയാ എങ്ങനെ തിരിച്ചു വരുന്ന പോലും അവന് അറിയില്ല ചായ. എന്തിന് സ്വന്തം ഡ്രസ്സ് നേരാവണ്ണം കഴുകാൻ പോലും അവൻ അറിയില്ല. അതൊക്കെ ഇങ്ങനെയല്ലേ പഠിക്കുന്നത്. അവനെ കാണാതെ അവനില്ലാതെ നിൽക്കാൻ ആർക്കും പറ്റില്ല. അവനും അങ്ങനെ തന്നെയാണ്. ഇച്ചാന് കഴിയൂ അവനെ കാണാതെ നിൽക്കാൻ? മിത്രയുടെ ചോദ്യം കേട്ടത് ഡേവിഡൊന്നും മൗനം വലിച്ചു. ഒത്തിരി പ്രായവ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ജനിച്ച അന്ന് മുതൽ സ്വന്തം കുഞ്ഞിനെ പോലെ നെഞ്ചോട് ചേർത്ത് വളർത്തിയതാണ്. ഇതുവരെ പിരിഞ്ഞിരുന്നിട്ടില്ല. കാണാതെ നിൽക്കാൻ കഴിയുകയില്ല. എന്നാലും അവൻ നല്ലതിനു വേണ്ടിയല്ലേ, ഡേവിഡ് സ്വയം മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തി. ഡേവിയുടെ മൗനം ശ്രദ്ധിച്ച മിത്രയുടെ മുഖമൊന്നും തെളിഞ്ഞു. ഡേവി തീരുമാനം മാറ്റുമെന്ന് ഉറപ്പോടെ നിന്നു. ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. എൻ്റെ തീരുമാനത്തിലൊരു മാറ്റമല്ലോ ദേവ. ഇനി ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തൂടെ വരണമെന്നില്ല. മിത്രയെ നോക്കി ഗൗരവത്തിൽ ശബ്ദം കടുപ്പിച്ചുകൊണ്ട് ഡേവിഡ് അതും പറഞ്ഞ് കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റും എടുത്ത് എണീറ്റ് പോയതും മിത്രയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. കഴിച്ച പാത്രം കഴുകി വീഴുന്ന ഡെവിയൊന്ന് നോക്കി ഭക്ഷണം എടുത്തു വെച്ച പാത്രങ്ങളെല്ലാം മടച്ചു വെച്ച് ഡെവിയെ കാത്തു നിൽക്കാതെ മിത്ര റൂമിലേക്ക് പോയതും വാതിലെല്ലാം അടച്ച് ലേറ്റ് അണിച്ച് ഡേവിഡ് റൂമിലേക്ക് പോയി. ഡെവി റൂമിലേക്ക് വരുമ്പോഴേക്കും മിത്ര കിടന്നിരുന്നു. അവസാനമായി ചോദിക്കാം, ഈ ചായ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ? തലയച്ച് ഡെവിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല. ഡോർ ചേർത്തടച്ച് ലോക്ക് ചെയ്തുകൊണ്ട് ഒറ്റ വാക്കിലായി ഡേവിഡ് മറുപടി നൽകി. ഡെവി പറഞ്ഞത് കേട്ട് ദേഷ്യത്തിൽ മുഖം പിടിച്ച് മിത്ര അവനെതിരായി തിരിഞ്ഞ് ഭിത്തിയോട് ചേർന്ന് കിടന്നതും അവളെ ഒന്ന് നോക്കി ബെഡിന്റെ മറുവശത്ത് അവൾക്ക് എതിരായി തിരിഞ്ഞ് ഡെവിയും കിടന്നു. പരസ്പരം ചൂടേക്കി കിടന്നവർക്കിടയിൽ ആദ്യമായി വന്നെത്തിയ അകൽച്ച. കണ്ണടച്ച് കിടന്നെങ്കിലും രണ്ടുപേർക്കും ഉറക്കം വന്നില്ല. മിത്ര അരികില്ലാത്ത അസ്വസ്ഥത അസഹനീയമായതും ഡേവിഡ് അവൾക്ക് അരികിലേക്ക് തിരിഞ്ഞു കിടക്കാൻ മനസ്സിൽ വിചാരിച്ചു ആഞ്ഞതും അതിനു മുമ്പായി മിത്ര തനിക്കെതിരായി തിരിഞ്ഞു കിടക്കുന്ന ഡെവിക്ക് നേരെ തിരിഞ്ഞു കിടന്ന് നഗ്നമായവന്റെ പുറത്ത് മുഖമായിട്ട് ഡെവിയോട് ചേർന്ന് അവന്റെ വയലിലൂടെ ചുറ്റിപ്പിടിച്ചതും തൻ്റെ ഉള്ളിലെ സന്തോഷം മടക്കി ഡെവി അങ്ങനെ തന്നെ കിടന്നു. എന്നതാ ദേവ, എന്നതിനെ ഈ കരയുന്നത്? ഇത്തിരി കഴിഞ്ഞതും തൻ്റെ പുറത്ത് അവളെ കണ്ണുനീരിന്റെ നന പറഞ്ഞ ഡേവിഡ് പാളത്തോടെ തിരിഞ്ഞു കിടന്ന് മിത്രയുടെ മുഖം തൻ്റെ കയ്യിൽ കോരിയെടുത്ത് ചോദിച്ചു. മിത്ര ദേഷ്യത്തിൽ ഡെവിയുടെ കൈകൾ തട്ടിമാറ്റി അവന്റെ നെഞ്ചിലേക്ക് മുഖം പോയിട്ട് തേങ്ങിക്കരഞ്ഞു. എന്നതാ കൊച്ചേ, കരയാതെ കാര്യം പറ. മിത്രയുടെ കവളിൽ തട്ടിക്കൊണ്ട് ഡേവിഡ് പറഞ്ഞു. ഇച്ചാൻ എന്നോട് ഒരു സ്നേഹമല്ല. മിത്ര ഡെവിയെ നോക്കി കെറുവോടെ പറഞ്ഞു. എനിക്ക് നിന്നോട് സ്നേഹമല്ല ദേവ. ഇല്ല, ഇച്ചാൻ എന്നോട് സ്നേഹമല്ല. ശരിക്കും മുരടനാ ചായ. വെറുതെ അല്ല, കോളേജിലെ പിള്ളേരെല്ലാം ദുർവാസാവെന്ന് വിളിക്കുന്നത്. ഇതിന് പോലും സ്നേഹമല്ല എന്നോട്. ആവശ്യത്തിൽ കൂടുതൽ വിഷമം വാരി വിതറി ഡെവിയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ തോന്നാൻ കാരണം? തന്റെ നെഞ്ചിൽ അള്ളിപ്പിടിച്ച് കിടന്ന് തന്നെ കുറ്റം പറയുന്ന മിത്രയെ നോക്കി ചിരിയടക്കി ഡേവിഡ് ചോദിച്ചു. എത്ര പറഞ്ഞു ചായനോട് കുഞ്ഞുണ്ട് അത്ര ദൂരത്തേക്ക് പഠിക്കാൻ വിടേണ്ടെന്ന്. ഞാൻ അനുസരിച്ചില്ലല്ലോ. കണ്ണു നിറച്ച് മൂക്ക് വലിച്ചുകൊണ്ട് പറയുന്നവളെ നോക്കി ഡേവിഡ് ഒന്ന് നിശ്വസിച്ചു. ദേവ,
അവന് നല്ലതിന് വേണ്ടിയല്ലേ കൊച്ചേ, അതൊന്നും മനസ്സിലാക്കുക. ഇവിടെ നിന്ന് അവൻ ശരിക്കും പഠിക്കത്തില്ല. ഡേവി മിത്രയുടെ കവളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ ഒപ്പിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു. അതൊക്കെ ഇച്ചാന് തോന്നുന്നതാ. അവൻ പഠിക്കാൻ മിടുക്കനാണ്. അവൻ അവിടെ പോയി പഠിക്കുന്നത് ഇഷ്ടമല്ല. അവന് താല്പര്യമില്ലെങ്കിൽ അതവൻ്റെ പഠിപ്പിനെ ബാധിക്കും ചായ. അതുമല്ല, അവൻ കുഞ്ഞല്ല ചായ. അവനെ കാണാൻ എനിക്ക് പറ്റത്തില്ല. ഈ കടുംപിടുത്തം പിടിക്കുന്ന ഇച്ചായന് പോലും ഒരു ദിവസം പോലും അവനെ കാണാൻ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എന്തിനാ ചായ വെറുതെ വാശി പിടിക്കുന്നത്? പൈസ എത്രയായാലും വേണ്ടില്ല, നമുക്ക് അവനെ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർക്കാം ചായ. കണ്ണു നിറച്ച് ഡെവിയുടെ നെഞ്ചിലേക്ക് മുഖം കൂടുതൽ ചേർത്ത് വെച്ചുകൊണ്ട് മിത്ര ഡെവിയോട് പറഞ്ഞു. മിണ്ടാതെ ഉറങ്ങാൻ നോക്കിയ കൊച്ചേ. ഡെവി മിത്രയെ ചേർത്ത് പിടിച്ച് കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു. ഈ ചായന്റെ തീരുമാനത്തിൽ ഒരു മാറ്റമല്ലേ? ഡേവിഡിന്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞ് ബെഡിൽ എണീറ്റിരുന്നു കൊണ്ട് മിത്ര ചോദിച്ചു. ഇല്ല. ഓഹോ, എന്നാലേ അവൻ പോകുന്ന ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. ബെഡിൽ നിന്നും എണീറ്റുകൊണ്ട് മിത്ര പറഞ്ഞു. നീ എങ്ങോട്ട് പോകാനാണ്? മിത്രയുടെ വീർത്തിരിക്കുന്ന മുഖം നോക്കി ചിരിയടക്കി ഡേവിഡ് ചോദിച്ചു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും, പിന്നെ അങ്ങോട്ട് വരത്തില്ല. ദേഷ്യത്തിൽ ബെഡിൽ നിന്ന് പില്ലോയും ഷീറ്റും വലിച്ചെടുത്തുകൊണ്ട് മിത്ര പറഞ്ഞു. നീയല്ല ദേവ അങ്ങോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ് അവരോട് പിണങ്ങി നടന്നിരുന്നത്. ആത്മാർത്ഥായിട്ട് പശ്ചാത്തപിക്കുന്നവർക്ക് മാപ്പ് കൊടുക്കുന്ന എത്രയൊക്കെ ആയാലും എൻ്റെ അപ്പനും ഏട്ടന്മാരല്ലേ. അവരറിയാതൊരു തെറ്റ് പറ്റിപ്പോയി. അതുകൊണ്ട് അവരോട് ക്ഷമിക്കുന്നതിലൊന്നും തെറ്റില്ല. ഞാൻ ഇപ്പം ഈ പാതിരാത്രി അങ്ങോട്ട് ചെന്നാലും അവർ സന്തോഷത്തോടെ ഒരു കൈ നീട്ടി എന്നെ സ്വീകരിക്കും. സംശയം ഉണ്ടിച്ചായന്? നിലത്തെ ബെഡ്ഷീറ്റിൽ വെച്ച് ഡെവിയെ കണ്ണു കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് മിത്ര ചോദിച്ചതും ഡേവിഡ് ഇല്ലെന്ന് തലയാട്ടി. കുഞ്ഞുണ്ടെ കോഴിക്കോട്ട് ക്ലാസ്സിന് വിട്ട ഞാൻ ഉറപ്പായി എൻ്റെ വീട്ടിൽ പോകും. മിത്ര നിലത്തേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. നീ എന്നതിനെ കുറിച്ച് അവിടെ കിടക്കുന്നത്? ഇങ്ങോട്ട് കയറി കിടക്കോച്ചേ. മിത്ര നിലത്ത് കിടക്കുന്നത് കണ്ട് ഡേവിഡ് ചോദിച്ചു. ഇല്ല, ഈ മോരടന്റെ കൂടെ ഞാൻ കിടക്കത്തില്ലേനി. മിത്ര മുഖം വീർപ്പിച്ച് പറഞ്ഞ് ഡേവിഡിനെതിരായി തിരിഞ്ഞു കിടന്നു. മോരടൻ നിന്റെ മാറ്റവൻ. മിത്ര പറഞ്ഞത് കേട്ട് ഡേവിഡ് പിറുപിറുത്തു. മാറ്റവൻ തന്നെയാ പറഞ്ഞത്. ഡേവി പറഞ്ഞത് കേട്ട് മിത്ര പറഞ്ഞു. ദേവ വാശി വേണ്ട. നിലത്ത് തണുപ്പടിച്ച് ദേഹം കൂച്ചു വലിക്കും. കൂടെ എന്തെങ്കിലും അസുഖം വരും. അതുകൊണ്ട് അവിടെ കിടക്കാതെ മുകളിലേക്ക് കിടക്ക് ദേവ. ഡേവി ബെഡിന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് മിത്രയോട് പറഞ്ഞു. വന്നോട്ടെ, എനിക്കല്ലേ അതിന് ഇച്ചായൻ എന്നാ? എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ പറയുന്ന ഇച്ചായൻ കേൾക്കാത്തത്. അതുകൊണ്ട് ഇച്ചായൻ പറഞ്ഞ് ഞാൻ അനുസരിക്കേണ്ട കാര്യമില്ലല്ലോ. വാശി ഒട്ടും കുറക്കാതെ മിത്ര പറഞ്ഞു. നോക്കിക്കോ, എൻ്റെ വീട്ടിലെത്തിയാൽ ഞാൻ ഇങ്ങോട്ട് വരില്ല. ഇച്ചായൻ ഞാൻ ഡിവോഴ്സ് ചെയ്യും. എന്നിട്ട് പാർട്ടിയുടെ ആഗ്രഹം പോലെ എൻ്റെ മുറച്ചെറുക്കൻ സായും കിട്ടി അവൻ്റെ കൂടെ UK പോകും. നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഈ മോരുടെ സ്വഭാവം കൊണ്ട് നടന്നോ? ഡെവിയെ നോക്കാതെ മിത്ര ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞ് പില്ലോയിലേക്ക് മുഖം പൂഴ്ത്തിയതും അവൾ പറഞ്ഞു കേട്ട് അവൻ്റെ മുഖം കൂർത്തു വന്നു. നീനക്ക് കേട്ടനോടി അവനെ? ഡെവി മിത്രയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ, ഞാൻ കേട്ടു. സായേട്ടൻ ചാനെ പോലെ മോഡനല്ല. ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കും. പാവ സായേട്ടൻ. കടക്കണ്ണിന്റെ മിത്ര ഡെവിയെ നോക്കി സായിയെ പൊക്കി പറഞ്ഞു. അവളുടെ ഒരു ചായേട്ടൻ കെട്ടിക്കാടി നിന്നെ ഞാൻ. ഡേവിഡ് ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞു. നിങ്ങൾ കെട്ടിക്കണ്ട, സായേട്ടൻ കെട്ടിക്കോളൂ എന്നെ. മിത്ര പൂച്ചത്തിൽ പറഞ്ഞു. നിനക്കിപ്പോൾ എന്നതാ വേണ്ടത്? ഡേവിഡ് ഇത്തിരി കടുപ്പത്തിൽ അവളോട് ചോദിച്ചു. എനിക്കെന്താ വേണ്ടെന്ന് ഇച്ചാൻ അറിയില്ലേ? തിരിഞ്ഞു കിടന്ന് ബെഡിലിരിക്കുന്ന ഡെവിയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് മിത്ര പറഞ്ഞു. മിത്ര പറഞ്ഞത് കേട്ടതും ഡേവിഡ് ഒന്നും വിടാതെ ഇത്തിരി നേരം ഇരുന്നു. കടക്കണ്ണിട്ടുള്ള നോട്ടത്തിൽ മിത്ര ആലോചനയിലിരിക്കുന്ന ഡെവിയെ കണ്ടു. അച്ഛന് വയ്യാതായപ്പോൾ ഞാൻ വീട്ടിൽ നിന്നപ്പോൾ സായിട്ട് എന്നും ഭാര്യമായിരുന്നു. എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം വന്നിരുന്നത്. ചിലർക്കൊന്നും അത്രയൊന്നും ഇഷ്ടമല്ല. വെറുതെ പുറമെ കിടക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ. മിത്ര വീണ്ടും ഡെവിക്കിട്ട് താങ്ങിക്കൊണ്ട് പറഞ്ഞു. ദേവ, എന്ത് ഭാഷ ഇത്? ഡേവിഡ് അവൾക്ക് അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും മിത്ര ഒന്നും മിണ്ടാതെ കിടന്നു. ദേവ, കയറി കിടക്ക് ബെഡില്. ഇല്ല. മിത്ര വാശിയോടെ പറഞ്ഞതും ഡേവി മിത്രയെ കയ്യിൽ കോരിയെടുത്തു. ഇച്ചായ എന്നെ ഇറക്ക്, എനിക്ക് ബെഡിൽ കിടക്കണ്ട. ഡേവിയുടെ കയ്യിൽ കിടന്ന് കുതിരിക്കൊണ്ട് മിത്ര പറഞ്ഞതും ഡേവിഡ് കാര്യമാക്കാതെ അവിടെ ബെഡിൽ കിടത്തി. നിനക്കിപ്പോൾ എന്നാ കൊച്ചേ വേണ്ടത്? കുഞ്ഞൂട്ടിനെ ഇവിടെ നിർത്തണം, അത്രയല്ലേ ഉള്ളൂ. കുതിര നീക്കാൻ ശ്രമിക്കുന്ന മിത്രയെ ബെഡിൽ തന്നെ കിടത്തിക്കൊണ്ട് ഡേവിഡ് പറഞ്ഞു. ഡേവിഡ് പറഞ്ഞു കേട്ട് മിത്ര കനത്തിൽ മൂളി. എന്നാ ഇനി മുഖം വീർപ്പിക്കണ്ട, അവനെ വിടുന്നില്ല. ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർക്കാം. എന്താ പോരെ? ഡേവിഡ് പറഞ്ഞു കേട്ട് മിത്രയുടെ മുഖം വിടർന്നു. ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും അവനെ നിർത്തുവോ? അവനെ വിടുന്നില്ല.
ഡേവിഡ് നെടുവീർപ്പിട്ട് പറഞ്ഞത് കേട്ട് മിത്ര ഡേവി ഇറുകപ്പെടുന്ന് അവന്റെ കവളിൽ അമർത്തി ചുംബിച്ചു. പക്ഷെ അവനെങ്ങാനും പാടുതൽ ഉഴപ്പിയ നിനക്കിട്ടായിരിക്കും ദേവൻ എന്ന് കിട്ടുക. ഇല്ല ചായ, അവന്റെ കഥയിൽ ഞാൻ നന്നായി ശ്രദ്ധിച്ചോളാം. ഞാൻ അവനോട് ഇപ്പൊ തന്നെ പോയി പറയട്ടെ. പാവം, സങ്കടം കാരണം ഭക്ഷണം പോലും കഴിക്കാതെ കിടന്നുറങ്ങിയത്. മിത്ര എണീറ്റ് മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഉറങ്ങിയെങ്കിൽ ഉണർത്തണ്ട, രാവിലെ പറയാം. കുറച്ച് പേടിക്കട്ടെ, എന്നാലേ പഠിക്കണമെന്ന ബോധം ഉണ്ടാകൂ. ഡേവി പറഞ്ഞു കേട്ട് മിത്ര അവൻ ഇറുകപ്പെടുന്ന അവനെ കവളിൽ ചുംബിച്ചു.